നല്ല പനിയുള്ളത് കൊണ്ടാണ് അനാഥാലയ നടത്തിപ്പുകാർ രാഘവൻ എന്ന മുത്തച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. വാർഡിൽ മുത്തച്ഛൻ അടുത്താണ് കാലിന് പരിക്കേറ്റ ശരത്ത് എന്ന യുവാവ് അഡ്മിറ്റ് ആയിരുന്നത്. ശരത്തിനെ നോക്കാൻ അമ്മയും സുഹൃത്തുക്കളും ഇടയ്ക്കിടെ വന്നു പോകും. എന്നാൽ രാഘവന് മരുന്ന് കൃത്യസമയത്ത് എടുത്തു കൊടുക്കാനോ ചൂടുവെള്ളം വാങ്ങി നൽകാനോ ആരും അരികിലുണ്ടായിരുന്നില്ല. ഒരു ദിവസം ശരത്തിൻ്റെ അമ്മ വീട്ടിൽ നിന്നും ഫ്ലാസ്കിൽ നല്ല ചൂടുള്ള കോഫിയും ഇഡ്ഡലിയുമായിട്ട് വന്നു. അമ്മ ശരത്തിന് കാപ്പി പകർന്നു നൽകിയപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, ആ മുത്തശ്ശനും ഇത്തിരി കാപ്പിയും ഇഡ്ഡലിയും കൊടുക്കാമോ? ഈ മുത്തച്ഛൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അമ്മ സന്തോഷത്തോടെ ഇഡ്ഡലിയുമായി മുത്തച്ഛൻ്റെ അരിയിലേക്ക് ചെന്നു. എന്നാൽ രാഘവൻ അത് വാങ്ങാൻ മടിച്ചു. വേണ്ട മോളെ, എൻ്റെ കയ്യിൽ ഇതിന് തരാൻ പൈസയൊന്നുമില്ല എന്ന് മുത്തച്ഛൻ പറഞ്ഞു. മുത്തച്ഛൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ശരത്ത് ഇടപെട്ടു. എൻ്റെ മുത്തച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അമ്മ ആദ്യം കാപ്പി കൊടുക്കുക മുത്തച്ഛനല്ലേ? ഇപ്പോൾ ആ സ്ഥാനത്ത് മുത്തച്ഛനെ കണ്ടതുകൊണ്ട് തരുന്നതാ. ഇത് വാങ്ങാതിരുന്ന അമ്മയ്ക്ക് വലിയ വിഷമമാവും. വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ രാഘവൻ ആ കാപ്പി വാങ്ങി കുടിച്ചു. ആ കാപ്പി മുത്തച്ഛൻ്റെ മനസ്സിലെ ഒട്ടേറെ സങ്കടങ്ങളെയാണ് അലിയിച്ചു കളഞ്ഞത്. സഹജീവികളുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞ് അവരെ സ്വന്തം കുടുംബത്തെ പോലെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. സ്നേഹപൂർവ്വം നൽകുന്ന ഒരു കപ്പ് കാപ്പിക്ക് പോലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശമയമാക്കാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയുക. തീർച്ചയായിട്ടും അന്യരോട് കരുണ കാണിക്കുന്നവർക്ക് ദൈവസഹായം ലഭിക്കാൻ അവകാശമുള്ളൂ എന്ന് ബൈബിൾ വാക്യമില്ലേ? ആ വാക്യം കൂടി ചേർത്ത് വായിച്ച് ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.